കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ആദ്യമായി അമേരിക്കയിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും US ജനസംഖ്യയുടെ 15.4% ഇപ്പോഴും കുടിയേറ്റക്കാരാണ്. മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയങ്ങളാണ് കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഈ കുറവിന് പ്രധാന കാരണം. 2025 ആദ്യ പകുതിയിൽ കുടിയേറ്റക്കാരുടെ എണ്ണം 51.9 ദശലക്ഷത്തിലെത്തിയെന്ന് പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ട്രംപ് രണ്ടാം തവണ അധികാരമേൽക്കുമ്പോൾ ഇത് 53.3 ദശലക്ഷമായിരുന്നു. അതായത് 1.4 ദശലക്ഷത്തിന്റെ കുറവ്. പുതിയ അതിർത്തി നയങ്ങൾ, കൂട്ടത്തോടെ ഉള്ള നാടുകടത്തൽ, സ്വമേധയാ രാജ്യം വിട്ടുപോകൽ എന്നിവയാണ് ഈ കുറവിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് 1.6 ദശലക്ഷം കുടിയേറ്റക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്ക വിട്ടുപോയി. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് 200 ദിവസത്തിനുള്ളിൽ 3,32,000-ലധികം ആളുകളെ നാടുകടത്തി. ഇതിനു പുറമെ ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, ഷിക്കാഗോ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് 3,59,000 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. കുടിയേറ്റക്കാരുടെ എണ്ണം കുറഞ്ഞെങ്കിലും US ജനസംഖ്യയുടെ 15.4% ഇപ്പോഴും കുടിയേറ്റക്കാരാണ്. US തൊഴിലാളികളുടെ 19% വിദേശികളാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടം അനധികൃത അതിർത്തി കടക്കൽ പ്രതിമാസം 5,000-ൽ താഴെയായി കുറച്ചു. അഭയാർത്ഥികൾ, വിസ ഉടമകൾ, വിദേശ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള നിയമങ്ങൾ കർശനമാക്കുവാനും ട്രംപ് സർക്കാർ നടപടിയെടുക്കുന്നുണ്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുക, ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുക, തീവ്രവാദവുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുവാൻ വിസ ഉടമകളെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.